അസ്സലാമു അലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. അപ്പം ഇന്ന് നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ചിട്ടോ. അപ്പോൾ ദോശ ചൂടാനും വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ചായക്കൊക്കെ വെള്ളം വെക്കണതിൻ്റെ മുന്നേ തന്നെ അരി അരച്ചതൊന്ന് വന്ന് നോക്കുകയാണ്, നന്നായിക്കണോ ഇല്ലേ എന്നൊക്കെ. പക്ഷേങ്കിൽ എന്നത്തെയും പോലെ ഉസാറായിട്ടില്ല കേട്ടോ. അന്ന് നമ്മളെ മാവ് അല്ലെങ്കിൽ നല്ല ഉസാറായിട്ട് പൊന്തി വരലുണ്ടായി. ഇന്നിപ്പോൾ എന്താ അറിയില്ല, നല്ലോണമൊന്നും ശരിയായിട്ടില്ല. ഇനിയിപ്പോൾ അപ്പം ചുട്ടാൽ നന്നാവുമല്ലേ എന്നൊന്നും ഇപ്പം നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഏതായാലും ഞാൻ അരച്ച് വെച്ചില്ലേ. അപ്പോൾ അരച്ച് വെച്ചപ്പോൾ ഇതിന് നേരം കുറയാൻ കേട്ടോ. 9:30-10 മണിയായപ്പോഴാണ് ഞാൻ അരി അരച്ച് വെച്ചത്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ഞാനവിടെ വെച്ചിരിക്കണം കേട്ടോ അഞ്ഞ് ചൂടാൻ. പിന്നെ ഞാനൊരു തേങ്ങ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ നമ്മളെ കജ്ജ തേങ്ങൻ്റെ ഉള്ളിലൊന്ന് കുടുങ്ങി കേട്ടോ. അപ്പോൾ അതിങ്ങനെ നോക്കുകയാണ്. മുറിയായിട്ടൊന്നുമില്ല, കുടുങ്ങി കഴിഞ്ഞാൽ വല്ലാത്തൊരു വേദനയാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് നോക്കിയതാണ് മുറി അയക്കണമെന്നില്ല നോക്കുമ്പോൾ മുറിയൊന്നും ആയിട്ടില്ല ഇനി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് കുടുങ്ങി. അങ്ങനെ ഒന്ന് അപ്പം ചൂടാ ചട്ടിനി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചായൻ്റെ വെള്ളമൊക്കെ നമ്മൾ വെച്ചിരിക്കണം കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ച് വന്നിട്ട് ചായൻ്റെ വെള്ളം തിളച്ചിട്ട് വേണം നമുക്ക് അപ്പം ചൂടണം. അതേമാതിരി ചട്ടിനി ഉണ്ടാക്കണം. അതിന് ഞാൻ ചിര ഒന്ന് കെയ്യി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മൂടിയൊന്നും കാണാനില്ല. ചിരൻ്റെ നാവിലിടുന്ന ഒരു മൂടി ഉണ്ടാവില്ല, അതൊന്നും കാണാനില്ല. അപ്പോൾ ഞാനൊന്ന് ചിര ഒന്ന് കെയ്യി എടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ കെയ്കളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് ചിരണ്ടി എടുക്കണം കേട്ടോ. അങ്ങനെ തേങ്ങ ചിരണ്ടി എടുത്തിക്കണ്. അപ്പോൾ വലിയ മുറി തേങ്ങയാണല്ലോ, അപ്പോൾ അരമുറി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഇന്നലത്തെ കോഴിച്ചാറും ഉണ്ട്. അപ്പോൾ അത് രണ്ടും മതിയല്ലോ. അപ്പോൾ ചട്ടിനി മണ്ടികൾക്ക് ചട്ടിനിയും പാര, കോഴിച്ചാറ് മണ്ടികൾക്ക് അത് പാരാന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് ചട്ടിനി ഉണ്ടാക്കണുള്ളൂ. പിന്നെ 2 പച്ചമുളക് എടുത്തിക്കണേ. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ചാറ് ആയിട്ടില്ലെങ്കിൽ വലിയ ഗതികേടാണ് മക്കൾക്ക്. അപ്പം പിന്നെ പെട്ടെന്നുണ്ടല്ലോ ചൂടാൻ. ചാറ് പിന്നെ വേഗം അരക്കണം, തീമക്കണം, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പാവുമ്പോൾ വേഗം ചൂടാം. അപ്പോൾ ചാറായി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് വേഗം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഇതാക്കണേ. ഞാൻ പഞ്ചസാര പാത്രവും ചായപ്പൊടി പാത്രവും ഒക്കെ ഞാൻ 2 ഒപ്പം കൊണ്ട് വന്നിക്കണം കേട്ടോ. പിന്നെ 2 നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പഞ്ചസാര ഇട്ടു, ചായപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ എന്നും പറയുന്നതാണ്. അപ്പം അത് പതിവ് പോലെ തന്നെ ഇന്നും തെറ്റിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഇന്നും പറഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ ചട്ടിനിയൊക്കെ ഉണ്ടാക്കാമല്ലോ. ചട്ടിയൊക്കെ തീമച്ചിനി അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും കരിയേപ്പും ഒക്കെ ഇട്ട് കൊടുത്തേക്കണേ. അത് പൊട്ടിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതുകൂടി ഒക്കെ ഒന്ന് പാർന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ അതിങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളെ ചായൻ്റെ വെള്ളം ഇതാക്കണം. പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് തിളച്ച് വന്നിക്കണേ. ഇനി നമുക്കതൊന്ന് മാങ്ങി വെക്കണം. എന്നിട്ട് ആ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ നമ്മളിന്ന് അപ്പം ചുട്ടെടുക്കണത്. അപ്പം മറ്റേ ചട്ടിയിലല്ല കേട്ടോ. മറ്റേ ചട്ടിയിലാകുമ്പോൾ മക്കൾക്ക് വലിയ തൃപ്തിയില്ല. ഈ അപ്പമാകുമ്പോൾ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ചുട്ടാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ചുടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ ജാറ് ഒന്ന് കേകി പാരുന്നുണ്ട് കേട്ടോ. നമ്മളെ ജാറൊക്കെ ഇതാക്കണേ. കുറച്ച് വെള്ളമൊക്കെ പാർന്ന് ഇതാക്കിക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം നീട്ടിക്കാണ്ടൊന്നും ചട്ടിനി ഉണ്ടാക്കണില്ല, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. കോഴിച്ചാറുണ്ടല്ലോ, അപ്പോൾ പിന്നെ അതും വേണമെങ്കിൽ പിന്നെ ചട്ടിനി അവിടെ വെറുതെ ആവും. പിന്നെ അതാക്കണേ നമ്മളെ ചട്ടിനിയൊക്കെ റെഡി ആക്കണം. ഞാൻ പറഞ്ഞില്ല കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് ഉണ്ടാക്കിയത് നല്ലപോലെ കുറച്ച് കുറുന്നനെ ഉണ്ടാക്കിക്കണം കേട്ടോ. അങ്ങനെ അതാക്കണേ നമ്മളെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഒരു തുള്ളി എണ്ണ പറ്റി കൊടുത്തിട്ട് ഞാൻ അപ്പം ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, മാവ് ചൂടുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇതുണ്ട്. ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതെന്താണെന്ന് പറയുക, നമ്മൾ പരത്തുമ്പോൾ കയ്യിലുമ്പോൾ പോരും. അപ്പം ചട്ടി നല്ല പാകത്തിനാക്കി എടുക്കണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിൽ അപ്പം ചൂടുമ്പോൾ. ഏതായാലും ഞാനതൊന്ന് ചുറ്റിച്ചെടുത്തിക്കണേ, ഒന്ന് മൂടിയും വെച്ചിക്കണം കേട്ടോ. ഇനി നമ്മൾ അപ്പം വെന്തുക്കണോ എന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം. പെട്ടെന്ന് വേവും കേട്ടോ ഈ അപ്പം. അപ്പോൾ ഇതാക്കണേ, മാവ് നല്ലോണം ഒന്നും അരിഞ്ഞ് പൊന്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ. അപ്പത്തിന് തിന്നാനൊക്കെ രസമുണ്ടായിനി. അങ്ങനെ അപ്പങ്ങളൊക്കെ അങ്ങനെ ചുട്ടെടുക്കണുണ്ട്. പിന്നെ ഞാൻ ആ കോഴിച്ചാറുണ്ടല്ലോ കുറച്ചില്ലേ, കഷ്ണമൊന്നും ഇല്ലാന്നുള്ളൂ, വെള്ളമുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണുണ്ട്. പിന്നെ ചട്ടിനി ഇതാക്കണം കേട്ടോ, നല്ല കുറന്നനല്ല ചട്ടിനി. പിന്നെ ചാറും ഇതാക്കണം.
അപ്പോൾ ഞാൻ മക്കൾക്ക് ചായ കൊടുക്കണം കേട്ടോ. അപ്പോൾ മിന്നുട്ടിനോട് ചോദിച്ചപ്പോൾ ചട്ടീനെ കോഴിച്ചാറാൻ വേണ്ടി വെച്ചപ്പോൾ ഓള് പറഞ്ഞ് ഇച്ചി കോഴിക്കറി മതിമാന്ന് പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ഓക്ക് കോഴിക്കറി പറഞ്ഞു കൊടുത്തു. സനുവിനോട് ചോദിച്ചപ്പോൾ സനു പറഞ്ഞു ഇച്ചി പഞ്ചാര മതിയാണ്. അപ്പം ഇന്ന് നേരെ തിരിഞ്ഞു കേട്ടോ. എന്നും മിന്നുട്ടിയാണ് പഞ്ചാര ഇട്ട് തിന്നല്, ഇന്ന് സനുവാണ് കേട്ടോ പഞ്ചാര ഇട്ട് തിന്നണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എന്ത് എനിക്ക് എന്താ ചാറൊന്നും പറ്റൂലേ എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇനി വന്നിട്ട് തിന്നാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ ചട്ടിനിയൊക്കെ പറഞ്ഞ് തിന്നിട്ടോ. മദ്രസക്ക് പോകണ വർത്താനം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടോ. പിന്നെ മദ്രസ വിട്ട് നിന്നിട്ട് പിന്നെ ചട്ടിനിയൊക്കെ പറഞ്ഞ് തിന്ന്. മിന്നുട്ടി എപ്പോഴും കോഴിക്കറിയൊക്കെ പറഞ്ഞ് കണ്ടാൽ തിന്ന് കേട്ടോ. പിന്നെ അങ്ങനെ മക്കളൊക്കെ മദ്രസക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൂട്ടാണ്ടാക്കണം കേട്ടോ. അതിനൊരു കേങ്ങ് എടുത്ത് അരിഞ്ഞ് എടുത്തുക്കണം കേട്ടോ. പിന്നെ നമുക്ക് പുഴമീനാണ് ഇട്ടത്. അപ്പോൾ നമ്മളെ അടുത്തത്തെ പെരയിൽ നിന്ന് കുട്ടി തന്നാണ് കേട്ടോ. അപ്പം അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിക്കണേ, അതൊന്ന് ഉരുകട്ടെ. പിന്നെ ഇനി മക്കൾക്കൊക്കെ കൊണ്ടുപോകാമല്ലോ, അതൊക്കെ ഞാൻ പാത്രത്തിലാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്രത്തിലാക്കി ഇട്ടാലും വന്നാലും ഓലിക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, രസമുണ്ടോ എന്നൊക്കെ. അപ്പോൾ കൊണ്ടുവന്നാൽ വെക്കാം. പിന്നെ നമ്മൾ വെച്ചാലും ഓല അതിന് എടുത്ത് ഇങ്ങനെ തിന്നിട്ടമ്മ രസമുണ്ടോ നോക്കട്ടെ എന്നാണ്ട്. അപ്പോൾ അങ്ങനെ ഓല രണ്ടാളെയും സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിന്ന് എന്താ നമ്മളെ ചേമ്പൊക്കെ ഉണ്ടല്ലോ, പന്നിയോ പെരിച്ചായോ എന്തൊക്കെയോ മാന്തണം. അപ്പം ഇനി ഇതൊന്ന് നമുക്ക് പറിച്ച് നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ വല്ല കേങ്ങും ഉണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നോക്കി, അപ്പോൾ എന്താ ഉണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടി ഇങ്ങനെ വന്നിക്കണം. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം, ഒന്ന് മാന്തി നോക്കാം കേട്ടോ. അപ്പം ഇനി ഇതിപ്പോൾ നമ്മളൊന്ന് മാന്തിയിട്ടില്ലെങ്കിൽ അതും തന്നെ നമ്മളെ പല്ലിയും പെരിച്ചായും അല്ല പെരിച്ചായും പന്നിയൊക്കെ കൊണ്ടുപോകും, നമുക്ക് കിട്ടൂല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതാക്കണേ, കുറച്ച് കിട്ടിയിരിക്കണം കേട്ടോ, ചേമ്പ് കിട്ടിയിരിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലം നമ്മൾ കളച്ചിട്ടില്ല ഇനി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് വിത്തുണ്ടായതെന്ന് വെച്ച് തോന്നുന്നത്. ഏതായാലും വിത്തുണ്ടായിരുന്നിപ്പോൾ നമുക്ക് എന്താട്ടാ ആ നമുക്ക് ആ ചേമ്പിൻ്റെ തണ്ട് നമുക്ക് കൂട്ടാനും വെക്കാം. പിന്നെ അതിൻ്റെ തള്ളുണ്ടല്ലോ അതിനെ നമുക്കിനി അവിടെ തന്നെ കുഴിച്ചിടാം കേട്ടോ. ഇനി ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകട്ടെ. അപ്പോൾ ഞാൻ പറിച്ചോടെ തന്നെ ഒരു കുജുത്തി കണ്ട് ഞാൻ അവിടെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി അടുത്ത കൊല്ലം നമുക്ക് മാന്തി വെക്കാം. ആയുസിനൊക്കെ നീട്ടിയിട്ടല്ലേ ഉണ്ടാവുമല്ലേ എന്നൊന്നും ഇപ്പോൾ നമുക്ക് ആർക്കും പറയാൻ കൂടല്ല. നമ്മൾ ആയുസൊക്കെ പഠിച്ചാനല്ല തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ആയുസ് ഉണ്ടായി ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ ഏതായാലും എന്താ പിന്നെ നമ്മളില്ലാച്ചെങ്കിൽ ആയുസില്ലോല് തിന്നട്ടെ അല്ലേ. അപ്പം അങ്ങനെ അത് അവിടെ ഏതായാലും ഞാൻ വെച്ചിക്കണം കേട്ടോ. പിന്നെ അത് ഞാനൊക്കെ എടുത്ത് ചേമ്പിൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരാണ്. അപ്പം ഇന്ന് നമ്മൾ കൂട്ടാൻ തന്നെയായിട്ട് ഉണ്ടാക്കണം, പടുകൂട്ടാൻ തന്നെ ഉണ്ടാക്കണത്. അപ്പം ചേമ്പും തണ്ടുണ്ട്, ചേമ്പുണ്ട്, പിന്നെ കറൂത്തിയും എടുക്കട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്കിന്ന്. ഇന്നിപ്പോൾ ചേനല്ല, പിന്നെ ചേമ്പും തണ്ടല്ല എണ്ണിക്കാമ്പ് നാളെ നമ്മളൊരു കണ്ടെടുത്ത് വെച്ചിക്കണല്ലോ, അതും പാടെ എടുക്കണം. അപ്പോൾ കണ്ടില്ലേ വലിയ കേങ്ങ് ചേമ്പിൻ്റെ ഇതന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. കണ്ടില്ലേ അങ്ങനെ ഇതാക്കണേ. ചേമ്പൊക്കെ കേകി വന്ന് ചോറൊക്കെ വെന്ത് ഊറ്റിക്കണം കേട്ടോ. പിന്നെ ചേമ്പും തട്ടും പിന്നെ കറൂത്തിയും എണ്ണിക്കാമ്പും ഒക്കെ എടുത്തുക്കണേ, ചേമ്പൊക്കെ ഉണ്ട്. ഇനി നമുക്കതൊന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു കൂട്ടാൻ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ നല്ല ആരോഗ്യമൊക്കെ അല്ലേ, എന്താ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ തിന്നിട്ടാണ്. നമുക്കൊക്കെ ഇപ്പോൾ തന്നെ വെജായും കൊണക്കളും മാറി നേരമല്ലേ. പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴും ഇതാക്കണം, നീച്ചടക്കണം. നമ്മളിപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്ക് ഓരോണ്ട് എജ്ജ കാലോണ്ട് എജ്ജ എന്നൊക്കെ പറഞ്ഞ് ഓരൊക്കെ ഭക്ഷണ രീതിയും ഇങ്ങനത്തെയൊക്കെ കൂട്ടാനൊക്കെ തിന്നുകൊണ്ടാണ് ഓരിങ്ങനെ നല്ല ആരോഗ്യത്തോടു കൂടി നടക്കണത്. നമ്മളിങ്ങനത്തെ ബ്രോസ്റ്റായിട്ടും ഹോട്ടൽ ഭക്ഷണമായിട്ടും നമുക്കും നമ്മളെ മക്കൾക്കൊക്കെ ഇപ്പോൾ മീനോ ഇറച്ചിയോ ഇല്ലെങ്കിൽ ചോറാണ് ഇറങ്ങൂല അല്ലേ. പണ്ടത്തെ കാലം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടാനൊക്കെ അപ്പം അങ്ങനെ എടുത്ത് പൊയ്ക്കണേ. അപ്പം നമുക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ. അപ്പം ഞാൻ എന്താട്ടി പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തുക്കണേ. ഇന്നിക്കാമ്പും തന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ അരിഞ്ഞെടുത്ത് പിന്നെ നമുക്ക് ഇനി നമ്മളെ ചേമ്പും തണ്ടും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. അതേമാതിരി നമ്മളെ കറൂത്തിയും ചേമ്പും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ പാടെ ഒന്നിക്ക് തന്നെയാണ് അരിഞ്ഞെടുക്കണത്, വേറെ വേറെ ഒന്നും അരിഞ്ഞെടുക്കണില്ല കേട്ടോ. ഒക്കെ ഒന്നിച്ചല്ലെങ്കിൽ ഇതൊക്കെ ഒരു വേവ് തന്നെ ഇക്കാരം, കുക്കറിലല്ല ഇടൽ. അപ്പോൾ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ ചട്ടിയിലോ അല്ലെങ്കിൽ കുടുക്കിയിലോ മണ്ണും കുടുക്കിയിലൊക്കെ വെച്ച് അടുപ്പത്തൊക്കെ വെച്ച് കണ്ട് വേവിച്ചണം. ഇപ്പം ഞങ്ങളെ ആരപ്പം ഇങ്ങനത്തെ മണ്ണും കുടുക്കിയിലൊക്കെ ഇട്ടിക്കാണ്ട് കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുക്കറിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താക്കണേ അങ്ങനെ എല്ലതും കുക്കറിൽ, ഇപ്പോൾ എന്തൊരു സാധനം നമ്മൾ കുക്കറിൽ തന്നെയാണല്ലോ വെക്കൽ. അപ്പം പണ്ട് ഇഞ്ചപ്പം ഒരു പാട്ട് പാടിയ ഓർമ്മയുണ്ട് കേട്ടോ. അന്ന് ഞങ്ങളെ പെരിയിൽ ചട്ടിയില വെക്കൽ
ഇപ്പം ഞങ്ങളെ വീട്ടിൽ എല്ലാം കുക്കറിലാണ് വെക്കലാറുണ്ട്. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടീനി കേട്ടോ. അത് പറഞ്ഞ മാതിരി ഇപ്പം എന്തൊരു സാധനം വെക്കുകയാണെങ്കിലും നമ്മൾ കുക്കറിലേ വെക്കുള്ളൂ. അത് എല്ലാവരുടെ പെരയിലും അങ്ങനെ തന്നെ ഇക്കാരം. ഇപ്പോൾ ആരാ മണ്ണച്ചട്ടിയിലൊക്കെ വെക്കൽ. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ കുക്കറിൽ തന്നെ ഇട്ടിക്കണത്. ഇപ്പം എന്തും നമ്മളെ പെരയിലും എല്ലാം കുക്കറിലാണ് വെക്കൽ അല്ലേ. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഒരു തുള്ളി വെള്ളവും പറഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ കുറച്ച് പയർ ബാക്കിയുണ്ടായിരുന്നു നാളെ കുറഞ്ഞ. അപ്പോൾ ആ പയറും കൂടി ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇവിടെ ജിനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പയർ. അല്ലാത്ത പയർ, ക്യാബേജ് ഈ രണ്ടും ഓന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സനുവിനും മിന്നുട്ടിക്കും രണ്ടായാലും തീർപ്പതില്ല കേട്ടോ. ക്യാബേജ് ചിലപ്പോൾ തിന്നെങ്കിൽ തിന്നും, ഇല്ലെങ്കിൽ തിന്നൂല. പിന്നെ അതാക്കണേ അയലോകത്ത് നിന്ന് കുറച്ച് ലിവർ തന്നീനി കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഒക്കെ ഒന്ന് ഇപ്പോൾ അയലോകത്തതാണോ എന്നുള്ളത്. അപ്പോൾ തന്നതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കി എടുത്തുക്കണം കേട്ടോ. അങ്ങനെ അതൊന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ ആ ചട്ടിയിൽ നല്ല കായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ ആ കായൊക്കെ ഒന്ന് വടിച്ച് ഒന്ന് എടുത്തുക്കണം കേട്ടോ. പിന്നെ അതങ്ങനെ ഇങ്ങോട്ട് മോറാനും ഇങ്ങോട്ട് തോന്നല്ല കേട്ടോ. അതിൽ ഞാൻ എന്നറിയാം, ഒരു തുള്ളി ചോറുണ്ടല്ലോ, അപ്പം കുറച്ച് ചോറ് അതിലിട്ടിട്ട് കുഴച്ചിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ മീൻ ചട്ടിയോ ഇറച്ചി ചട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതേമാതിരി മീൻ പൊരിച്ച ചട്ടി, അതിലൊക്കെ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് വടിച്ച് വെച്ചാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ തിന്നാത്തോലുണ്ടെങ്കിൽ ഒന്ന് തിന്ന് നോക്കണ്ട കേട്ടോ. ഭയങ്കര രസമാണ് ഈ ഒരു ചോറ്റിന് ചട്ടിയിൽ വടിച്ച് തിന്നാൻ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് തന്നെ ചട്ടി മോറേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ ആക്കി കേട്ടോ. വടിച്ച് തിന്നുകാണ്ട് പിന്നെ ചട്ടിയൊക്കെ മോറി ഞാൻ നമ്മളെ പയറും മുളകും ഉപ്പും ഒക്കെ ഇട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിക്കണേ. ഇനി അതവിടെ കടന്ന് വേകട്ടെ. അപ്പോൾ തന്നെ നമ്മളെ കൂട്ടാൻ എന്തായി എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ പയറും തന്നെ ഏകദേശം വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി കൂട്ടാനും പയറും ഒപ്പാണ് കേട്ടോ തൂമിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാക്കണേ ഞാൻ കൂട്ടാൻ അങ്ങനെ വിസിൽ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ മീൻ പൊരിച്ചിട്ടുണ്ടല്ലോ, അതിന് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതും പാടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മളെ മീനൊന്ന് മസാല ഇട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള മീൻ തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് വരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നാലും ഉപ്പും മുളകൊക്കെ നല്ലോണം പൊടിച്ചോളുമല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഞാനിത് പൊരിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ മീനൊക്കെ മസാല കൂട്ടി ഞാൻ മാറ്റി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ മീനൊക്കെ ഞാൻ മാറ്റി വെച്ചിക്കണേ. ഇനി നമുക്ക് നമ്മളെ കൂട്ടാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതാക്കണേ നല്ലോണം വെന്തിക്കണേ. ഒരു തുള്ളി വെള്ളം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനും വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. ഇനി ഒന്ന് വറ്റട്ടെ. അപ്പം കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ വേഗം അടി പിടിച്ചിട്ടോ. കൂട്ടാൻ ഉടഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട് അടി പിടിച്ചാൽ. അപ്പം ഇളക്കാതെ ഞാനൊന്ന് വേഗം ഒന്ന് അടുപ്പത്ത് തന്നെ വെച്ചതാണ്. പിന്നെ ഞാൻ പയറൊക്കെ ഒരു പാത്രത്തേക്ക് ഒഴിവാക്കിയിട്ട് പിന്നെ ആ ചട്ടി തന്നെ കടുക് പൊട്ടിച്ചെടുത്തു. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. കുറേ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. കുറേ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ്, നല്ല രസമാണ് കേട്ടോ കൂട്ടാൻ. പിന്നെ ഞാൻ ആ പയർക്ക് കുറച്ചും കൂടി നമ്മളെ കടുകിന്ന് ഉള്ളിയല്ല ഇട്ട് തോന്നിച്ചിരിക്കുന്നത്, കടുകും കരിവേപ്പുമാണ് കേട്ടോ പയർക്കും അതും ആ കൂട്ടാനൊക്കെ. ഇനിയിപ്പം പയർക്കായിട്ട് ഞാൻ ഇനി ഒരു ഉള്ളി അരിഞ്ഞ് തോന്നിച്ചണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ആ കടുക് ഇട്ട് കണ്ടുകൊണ്ട് വറുത്തത്. അപ്പം അങ്ങനെ ഇതാക്കണ കൂട്ടാനൊക്കെ ഞാൻ കടുവറുത്ത് പാർന്നിക്കണം കേട്ടോ. അപ്പം ഇനി ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് കുറുകൂട്ടാം. നമ്മളെ ചേമ്പും പിന്നെ കറുത്തിയും ഒക്കെ അല്ലേ, അപ്പം കുറുകിക്കോളും. ഇപ്പോൾ ചൂടോടുക്ക് ആയിട്ടാണ് അങ്ങനെ കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മളെ ഉപ്പേരി റെഡി ആയിക്കണേ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിക്കണം കേട്ടോ. ഞാൻ പിന്നെ ഇതാക്കണേ ഞാൻ മീൻ പൊരിച്ചാനും വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ മക്കൾക്ക് കേങ്ങ് വെച്ചിനെ ഓയിൽ ബാക്കിയുണ്ടായിന് അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പം ചട്ടിയൊക്കെ ചൂടായിക്കണേ. അപ്പം നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് പൊരിച്ചിട്ടാ. അപ്പം ഞാൻ താലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. താലിയൊക്കെ തിന്നാൻ നല്ല രസമാണ് പുഴ മീനിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ അതിൻ്റെ പുഗുണ്ടല്ലോ അത് കളഞ്ഞെടുത്തിക്കണേ. തല അടക്കാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കണത്. അങ്ങനെ മീൻ ചട്ടിയിൽ ഇതാക്കണേ നമ്മളെ പുഴ മീൻ ഇങ്ങനെ നിരന്ന് വടി പോലെ കിടക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം വെന്തിക്കണേ. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ പെട്ടെന്ന് കേട്ടോ മറിച്ചാൻ. അതേമാതിരി നല്ല രസമുണ്ടായിന് കേട്ടോ മീൻ. അപ്പം ഓള് പറഞ്ഞ് വലിയത് നമുക്ക് നിൽക്കണം കേട്ടോ. ചെറുതാണ് ഓൾ എടുത്തിക്കണത്. അപ്പോൾ ഓളെ പുതിയാപ്പിൾക്ക് വലിയത് പറ്റൂല പോലും, ചെറുതേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളെന്താട്ടി ഇതൊക്കെ പൊരിച്ച് പിന്നെ ചോറുന്നാണ് കേട്ടോ. അപ്പം കുറച്ച് ചോറും കുറേ കൂട്ടാനാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതാക്കണേ രണ്ട് നമ്മളെ സാസിൽ 2 പാത്രം കേട്ടോ. കുറച്ച് ചോറ് വിളമ്പി പിന്നെ നമുക്ക് കുറച്ച് പയറും ഇട്ട് കൊടുക്കാം.
അപ്പോൾ അങ്ങനെ പയറും എടുത്തു. പിന്നെ നല്ല കുറച്ച് ചോറും കുറേ കൂട്ടാനും പറഞ്ഞാൽ പയറല്ല കേട്ടോ, നമ്മളെ പടുകൂട്ടാനാണ് ഞാൻ കുറേ എടുക്കുന്നത്. അതേ പറഞ്ഞ മാതിരി 2 മീനും എടുത്തുക്കണം കേട്ടോ. നല്ല രസമുണ്ടായിന് കേട്ടോ, മീനും മീനിൻ്റെ തലയും ഒക്കെ തിന്നാൻ. പിന്നെ ഞാൻ നമ്മളെ കൂട്ടാനും കൂടി ഒന്ന് എടുക്കട്ടെ. അപ്പോൾ ഇതാക്കണേ, കൂട്ടാനും കൂടി ഞാൻ എടുക്കണം കേട്ടോ. അപ്പോൾ കൂട്ടാൻ വെച്ചപ്പോൾ കുറേ ഉണ്ടായിന്, പിന്നെ ഇപ്പോൾ കുറച്ചുള്ളതല്ലേ. അപ്പോൾ ഞാൻ നമുക്ക് മീൻ തന്ന ഓക്കും പിന്നെ നമ്മളെ താത്താക്കും കുറച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കൊടുക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലവർ വിചാരിച്ചും ഇജ്ജ് കൊടുക്കണത് ഇജ്ജ് മാത്രം അറിഞ്ഞാൽ പോലെ, പിന്നെ എന്തിനാ വേറെ എല്ലാവരെ കാട്ടിത്തരുന്നതെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞത് അത്രയും കൂട്ടാനുണ്ടായിട്ട് എന്തിപ്പോൾ ഇജ്ജ് കാട്ടിയൊന്നുമില്ല നിങ്ങൾ വിചാരിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി കാട്ടി തന്നില്ല, അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്നും കൂടി നിങ്ങളിനി വിചാരിച്ചത് കേട്ടോ. ചോദ്യം ഉത്തരമൊക്കെ ഞാൻ തന്നെ പറയണല്ലേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ഞാൻ കൂട്ടാനൊക്കെ കൂട്ടി ചോറ് വെച്ചാണ്. അപ്പോൾ ഒന്ന് ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഈ ഒരു കൂട്ടാനാണ്. പിന്നെ മക്കൾക്കൊക്കെ ചാറുമാണെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് തളിച്ച് എന്തെങ്കിലും മതി. പിന്നെ സനുവിനും മിന്നൂട്ടിക്കും ചാറ് വേണമെന്നില്ല, വലിയവനുണ്ട് മാണ്ടിയത് ചാറ് മാണ്ടിയത്. അപ്പം അങ്ങനെ നമ്മൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലിവർ എടുക്കാൻ മറന്നു. ഞങ്ങൾ ഇത്രയും കൂട്ടാണ്ടായപ്പോൾ ഈ ലിവർ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി ഒരു കണ്ടം ലിവറും ഒക്കെ ഇതിൽ നിന്ന് എടുത്ത് തിന്നിക്കണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണോ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.